ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ കൊല്ലം, അതായത് 2024 JEE എക്സാമിന് ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് വി ഷാൽ ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ശ്രദ്ധിക്കാം, ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് ഡൈപോൾ തന്നിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P അലോങ് ദ ആക്സിയൽ ലൈൻ ഈക്വൽ ടു 0. എന്നിട്ട് പറയുന്നത് Q1 by Q2 റേഷ്യോ 8/5√x ആണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ്. പേടിക്കാനായിട്ടൊന്നുമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾ അറിയേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്, അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ അറിയണം, KQ/R². ഇത് വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ് Pയിലേക്ക് നോക്കാം. ഈ പോയിന്റ് Pയിൽ നമ്മുടെ +Q1 ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അതെങ്ങനെ വരയ്ക്കുക? സാർ, പ്ലസ് ചാർജ് മൂലം ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദ പോയിന്റ് ആയിട്ടാണ് വരയ്ക്കുക, അല്ലെ, ഡൈവർജിങ് ആയിട്ട്. ഇനി -Q2 ചാർജ് പോയിന്റ് Pയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അതെങ്ങനെയാണ് സാർ വരയ്ക്കുക? മൈനസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ ചാർജ് ആയിട്ടാണ് വരയ്ക്കുക. ഇങ്ങനെയാണ് വരയ്ക്കുക, ശരിയല്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സാർ, ഇവിടെ +Q1 ചാർജ് ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്, അതിൻ്റെ വാല്യൂ E ഡ്യൂ ടു +Q1. ഇതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ആ ഫോർമുല ഉപയോഗിക്കുക. K ഇൻറ്റു ചാർജ് എന്താണ് സാർ? Q1 ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ് സാർ? ഇത് 2, ഇത് 4. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യടാ? ഈ ഡിസ്റ്റൻസ് √20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 20. ക്ലിയർ? പ്ലസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് KQ1/20. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് ഇക്വേഷനോടാ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -Q2 ചാർജ് ഈക്വൽ ടു K ഇൻറ്റു, സാർ -Q2 എന്ന് എഴുതണോ? വേണ്ട. ഇലക്ട്രിക് ഫീൽഡ് എഴുതുമ്പോൾ സൈൻ ഇട്ട് കൊടുക്കണ്ട, വാല്യൂ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട ബേസിക് കാര്യങ്ങളാണ്. സോ K ഇൻറ്റു Q2 ഈ ഡിസ്റ്റൻസ് എത്രയാണ് സാർ? ഇത് 3, 4. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് കിട്ടുക? 5 എന്ന് കിട്ടും. സോ 5ന്റെ സ്ക്വയർ. ക്ലിയർ? ശരി. ഇനി നമ്മൾ എന്താണ് സാർ ചെയ്യുക? ഇവിടെ പറയുന്നത് എന്താ? ആക്സിയൽ ലൈൻ എന്തൊക്കെ പറയുന്നുണ്ടല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ റിസോൾവ് ചെയ്യണം. ഈ ഇലക്ട്രിക് ഫീൽഡിനെ 2 കഷ്ണങ്ങളാക്കും. അതെങ്ങനെയാണ് സാർ? ശ്രദ്ധിക്കാം. ഈ ആംഗിൾ θ1 ആണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഇതിന് പാരലലായിട്ട് ലൈൻ വരച്ചാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അതും θ1 ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ്. സാർ, ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് തീറ്റയോട് അടുത്ത ഇതിൻ്റെ കമ്പോണൻ്റ് എത്രയായിരിക്കും? നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ കമ്പോണൻ്റ് എത്രയായിരിക്കും? ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ഡ്യൂ ടു +Q1 cos θ1 ആയിരിക്കും. യെസ് ഓർ നോ? തീറ്റയോട് ചേർന്ന കമ്പോണൻറ്റ് കോസ് കമ്പോണൻറ്റ്, θ1നോട് ചേർന്നത് cos θ1 കമ്പോണൻറ്റ്, ഈ Q1 ഈ +Q1 cos θ1. ക്ലിയർ? ശരി. സാർ, ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിന് ഇവിടെ ഒരു കമ്പോണൻറ്റ് ഉണ്ടായി, ഇതൊക്കെ +1 ഉള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരു കമ്പോണൻറ്റ് ഉണ്ടായിരിക്കില്ലേ? അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആ കമ്പോണൻറ്റ് sin θ1 ആയിരിക്കും, അല്ലേ? ഈ +Q1 sin θ1 ആയിരിക്കും. ക്ലിയർ? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ റിസോൾവ് ചെയ്യാം. ഇവിടെ ഈ ആംഗിൾ θ2 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവില്ല എന്ന ട്രയാംഗിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ഇത് θ2 ആണെങ്കിൽ ഇതെന്തായിരിക്കും? θ2. അതെങ്ങനെയാണ് സാർ? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇതിൻ്റെ ഈ കമ്പോണൻ്റ് എന്തായിരിക്കും? ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ θ2നോട് ചേർന്ന കമ്പോണൻറ്റ്, ഈ കമ്പോണൻറ്റ്, ഇവിടെയുള്ള കമ്പോണൻറ്റ് ഈ -Q2 cos θ2 കമ്പോണൻ്റ് ആയിരിക്കും. ശരിയല്ലേ? ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിന് ഇവിടെ ഒരു കമ്പോണൻ്റ് ഉണ്ടാവില്ല സാർ? യെസ്, അല്ലേ? അതെന്തായിരിക്കും? ഞാൻ ഇവിടേക്ക് എഴുതാം. ഈ -Q2 sin θ2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കമ്പോണൻറ്റ്. ഇത്രയും മനസ്സിലായെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആക്സിയൽ ലൈനിലൂടെയുള്ള കമ്പോണൻസ് എത്രയാണ്? 0 ആണെന്നാണ്. അതായത് ഇതാണ് ആക്സിയൽ ലൈനിൽ കൂടെയുള്ള ഒരു കമ്പോണൻറ്റ്, ഇതാണ് ആക്സിയൽ ലൈനിൽ കൂടെയുള്ള മറ്റൊരു കമ്പോണൻറ്റ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. ക്ലിയർ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇത് 20 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 20 ആയിരിക്കും, അല്ലേ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, സാർ, മുകളിലേക്കുള്ളത് ഈ +Q1 sin θ1 എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്തിനോട്? ഈ -Q2 sin θ2നോട് ഈക്വൽ ആണ്. ഈ 2 കമ്പോണൻസ് ഈക്വൽ ആണെന്ന് എഴുതി. യെസ് ഓർ നോ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് അവർ ക്യാൻസൽ ആയത്. നമ്മൾ രണ്ടും കൂടി ഈക്വൽ ആണെന്ന് എഴുതിയിട്ട് നമ്മൾ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. സാർ, ഈ +Q1 ഇതിൻ്റെ വാല്യൂ നമുക്കറിയോ? അതറിയാം, ഇതല്ലേ? യെസ് ഓർ നോ?
ഇതല്ലേ വാല്യൂ? യെസ്. അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കുമ്പോൾ k ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ 20. ഇതാണ് ED2 പ്ലസ് Q1 ഇൻറ്റു സൈൻ തീറ്റ ആവണോണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? സൈൻ തീറ്റ ആവണം എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ട്രയാങ്കിളിൽ θ1 ഓപ്പോസിറ്റ് ഉള്ളത് 4 ആണ്. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √20. ദിസ് ഈസ് ഈക്വൽ ടു ED2 മൈനസ് Q2. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ED2 മൈനസ് Q2. ഇതല്ലേ വാല്യൂ ഇട്ട് കൊടുക്കുക? k ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ 25 ആണ് ഇൻറ്റു സൈൻ θ2. ഈ ട്രയാങ്കിളിൽ സൈൻ θ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ θ2 ഓപ്പോസിറ്റ് 4, ഹൈപ്പോട്ടന്യൂസ് 5 അല്ലേ? 4/5 എന്ന് കിട്ടും. ഇനിയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാണ് സാർ. k അല്ലേ? കേനപ്പുറത്തേക്ക് കട്ടായി പോയി 4 ക്യാൻസൽസ് അല്ലേ? നമുക്ക് എന്താ സാർ കണ്ടുപിടിക്കേണ്ടത്? Q1/Q2. ഓക്കെ, സോ Q1 ഡിവൈഡഡ് ബൈ Q2 ഈക്വൽ ടു Q1 ഡിവൈഡഡ് ബൈ Q2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ളത് ഇവിടെ സോൾവ് ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് എടുക്കുക. Q1 ഇവിടെ, Q2 ഇങ്ങോട്ടേക്ക് എടുത്തു. ബാക്കി എന്തൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. 20 ഇൻറ്റു √20 അതിനങ്ങോട്ടേക്ക് എടുത്തു. ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 25 ഉണ്ട് ഇൻറ്റു ഒരു 5 ഉണ്ട് അല്ലേ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ 20/5 ഇങ്ങോട്ടേക്ക് എഴുതാം. Q1/Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 20/5 4 കിട്ടി ഇൻറ്റു √20 എങ്ങനെ എഴുതാം? √20 4 ഇൻറ്റു 5 എന്ന് എഴുതിക്കോട്ടെ. 20 4 ഇൻറ്റു 5. യെസ്, വേഗം സോൾവ് ചെയ്യുക. ഡിവൈഡഡ് ബൈ താഴെ എത്രയുള്ളത് 25 അല്ലേ? സോ ഇവിടെ √4 പുറത്തെടുക്കുമ്പോൾ എത്രയും പുറത്ത് വരുമ്പോൾ 2 എന്ന് വന്നു അല്ലേ? ഇനി 25 ഞാൻ ഇങ്ങനെ എഴുതിയാലോ? 5 ഇൻറ്റു 5. ഈ 5 ഞാൻ √5 ഇൻറ്റു √5 എന്ന് എഴുതട്ടെ. എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ എഴുതിയത്? ഇതൊക്കെ ക്യാൻസൽ ആയി പോകാൻ. 4 ഇൻറ്റു 2 8. അപ്പോൾ Q1/Q2 ഈക്വൽ ടു 8/5 √5. സാർ Q1/Q2 കിട്ടിയില്ലേ? യെസ്. ഇവിടെ എത്ര പറയുന്നത്? 8/5 ഇൻറ്റു √x. അപ്പോൾ ഈ റൂട്ടിൻ്റെ അകത്ത് ആരാണ് സാർ? 5 ആണ് സാർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് അവിടെ കാണാം, ശ്രദ്ധിക്കാം. അപ്പോൾ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനും ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനൊക്കെ ഏപ്രിൽ ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യമാണ്. ഇവിടെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇവിടെ വീണ്ടും ഒരു ഇലക്ട്രിക് ഡൈപോളാണ് തന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ P എന്ന് പറയുന്ന പോയിന്റ്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E ആണെന്ന് തന്നിരിക്കുന്നു. ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ R എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് E/x ആണ് തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും കൂടെ പറയാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P അല്ലേ? P എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ്. സാർ P എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? അത് ആക്സിയൽ ലൈനിലുള്ള പോയിന്റ് ആണ് അല്ലേ? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2kp/r³ അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് അവർ എന്ത് തന്നിരിക്കുന്നത്? ഇതിൻ്റെ വാല്യൂ ആണ് അവർ E എന്ന് തന്നിരിക്കുന്നത്. യെസ് ഓർ നോ? P എന്ന് പറയുന്ന പോയിന്റ് എന്താ? ആക്സിയൽ പോയിന്റ് ആണ്. അതിൻ്റെ ഫോർമുല നമുക്കറിയാം. അതിൻ്റെ വാല്യൂ അവർ E എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? ഇതുപോലെ തന്നെ രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് R എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് അവർക്ക് തന്നിട്ടുണ്ട്. സാർ ഈ R എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരിക? അത് ഇക്വിറ്റോറിയൽ ലൈനാണ്. അതായത് E(r) എന്ന് പറയുന്നത് ആക്ച്വലി ഇക്വിറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റ് ആണ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് അവർ രണ്ടാമത് തരുന്നത്. ഓക്കെ സാർ, അതിൻ്റെ ഫോർമുല നമുക്കറിയാലോ. അതിൻ്റെ ഫോർമുല എന്താ? kp/r³. പക്ഷേ സാർ ഇവിടെ ഡിസ്റ്റൻസ് R ആണോ? തൊട്ട് മുന്നത്തിൽ ഡിസ്റ്റൻസ് R ആണ്. അതുകൊണ്ട് kp/r³. ഇവിടെ സാർ ഡിസ്റ്റൻസ് R ആണോ? അല്ല, 2r ആണ്. സോ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുക? ഇതാണ് ആക്ച്വൽ ഫോർമുല. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാ? 2r ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 2r⁵, അതായത് 2³ അതായത് kp/8r³ എന്ന് കിട്ടും. യെസ് ഓർ നോ? R എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും? kp/8r³. ഇനി ഇതിൻ്റെ വാല്യൂ അവർ എത്രയാണ് തന്നിട്ടുണ്ട്? ഇതിൻ്റെ വാല്യൂ അവർ E/x ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഞാൻ പറയട്ടെ, kp/r³ വാല്യൂ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച്. kp/r³ 2 ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ E/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ ഞാൻ എന്ത് ചെയ്യടാ? നമ്മുടെ ഇക്വേഷനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഈ ഇക്വേഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? kp/r³ പകരം ഞാൻ എന്തിട്ട് കൊടുക്കുക? E/2 എന്നിട്ട് കൊടുക്കുക.
ക്ലിയർ? KP/RQ വരെ എനിക്ക് എന്തിട്ട് കൊടുക്കാം? E/2 എന്നിട്ട് കൊടുക്കാം അല്ലേ? ഒരു 8 അവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? E/x എന്ന് കിട്ടില്ലേ? അതായത് E/16 ഈസ് ഈക്വൽ ടു E/x. അതിനർത്ഥം x ഈക്വൽ ടു 16. ക്ലിയർ? ഓക്കെ. സോ അത്ര ഉണ്ടായിരുന്നുള്ള ക്വസ്റ്റ്യൻ. Now we shall go for the next question. x ന്റെ വാല്യൂ 16 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇതും ഏപ്രിൽ അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 3rd ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 2i cap പ്ലസ് 6j cap പ്ലസ് 8k cap ഡിവൈഡഡ് ബൈ √6. സാർ ഇതെന്താണ് സാർ ഇങ്ങനെ? ഇതൊന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനെ വെക്റ്റർ ഫോമിൽ തന്നിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ശരി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ ജസ്റ്റ് ഒരു വെക്റ്റർ ഫോമിൽ തന്നു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് തന്നു, എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്ത് പോകുന്ന ഏരിയ. ഇതിങ്ങനെ ഇലക്ട്രിക് ഫീൽഡാണ്. ഇത് കടന്നു പോകുന്ന ഏരിയ നമുക്ക് 4 മീറ്റർ സ്ക്വയറും തന്നു. അതിനോടൊപ്പം തന്നെ ഏരിയയുടെ യൂണിറ്റ് വെക്ടറും തന്നു. യൂണിറ്റ് വെക്റ്റർ ഓഫ് ഏരിയ. ഏരിയയുടെ യൂണിറ്റ് വെക്ടറും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണത്? 2i cap പ്ലസ് j cap പ്ലസ് k ഡിവൈഡഡ് ബൈ √6. ഓക്കെ. ഇതെന്താണ് സാർ? ഏരിയ അതിൽ നിന്നു, പിന്നെ യൂണിറ്റ് വെക്ടർ തന്നു. നിങ്ങൾക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? ഏരിയ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതായത് ഈ ഏരിയനെ വെക്ടറായിട്ട് എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം സാർ? 4 എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അളവാണ്. ഇതെന്താണ് സാർ? അതിൻ്റെ ഡയറക്ഷനാണ്. യെസ് ഓർ നോ? ഒരു വെക്ടറിൻ്റെ ഡയറക്ഷനാണ് ആര് പറഞ്ഞുതരാം? യൂണിറ്റ് വെക്ടർ പറഞ്ഞുതരാം. അപ്പോൾ ഏരിയനെ നമ്മൾ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡയറക്ഷൻ ആയിട്ടുള്ള 2i cap പ്ലസ് j cap k cap ബൈ √6 എന്ന് എഴുതാം. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത് തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഏരിയ, പിന്നെ ഏരിയയുടെ യൂണിറ്റ് വെക്ടർ. യെസ് ഓർ നോ? ഇത്രയും കാര്യങ്ങളാണ് തന്നിരുന്നത്. നമ്മളോട് ചോദിക്കുന്നത് ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ്. ഇലക്ട്രിക് ഫീൽഡും തന്നു, നമുക്ക് ഏരിയ തന്നു. രണ്ട് നമുക്ക് വെക്ടർ ഫോമിൽ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇനി നിങ്ങൾ ഫ്ലക്സ് കണ്ടുപിടിക്കൂ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ E.A ചെയ്താൽ മതി അല്ലേ? E.A ചെയ്താൽ മതി അല്ലേ? സോർണോ? E.A ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? EA cos θ. അത് എപ്പോഴാണ് സാർ ചെയ്യുക? ആംഗിൾ തരുമ്പോൾ. ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ടോ? ഇല്ല സാർ. ഇവിടെ വെക്ടർ ഫോമിലല്ലേ? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ രണ്ട് വെക്ടറുകളുടെ ഇതൊരു വെക്ടർ, ഇതൊരു വെക്ടർ, ഇത് മറ്റൊരു വെക്ടർ അല്ലേ? ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഓക്കെ. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? ശ്രദ്ധിക്കാം. ഇങ്ങോട്ട് പരത്തി എഴുതുക. 2i cap പ്ലസ് 6j cap പ്ലസ് 8k cap ഡിവൈഡഡ് ബൈ √6. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ട് എടുക്കണം. ആരുമായിട്ട്? ഏരിയ വെക്ടറിനെ അങ്ങോട്ടേക്ക് പരത്തി എഴുതുക അല്ലേ? വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കോളൂ. 4 × 2 8i cap. 4 × j 4j cap പ്ലസ് 4 × k 4k cap ഡിവൈഡഡ് ബൈ √6. സോറി, ഇനി എന്താണ് സാർ ചെയ്യുക? ഐ ക്യാപ്പിനെ ഐ ക്യാപ്പുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ജെ ക്യാപ്പിനെ ജെ ക്യാപ്പും കെ ക്യാപ്പിനെ കെ ക്യാപ്പ്. കണ്ടോ? ഈ ടൈംസിന് ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ശരി, നമുക്ക് √6 × √6 എത്രയാടാ? 6 എന്ന് കിട്ടി അല്ലേ? സോ ഞാനിങ്ങനെ എഴുതാണ്. ഒരു 1/6 ഞാൻ ആദ്യം പുറത്തെഴുതി, ബാക്കിയുള്ളവർ മൾട്ടിപ്ലൈ ചെയ്യട്ടെ. 2 × 8 എത്രയാടാ? 16. സാർ ഐ ക്യാപ്പ് എഴുതണ്ടേ? വേണ്ട. ഡോട്ട് എടുക്കുമ്പോൾ ഐ ക്യാപ്പൊക്കെ എന്ത് ചെയ്യും? പോവും. യെസ് ഡോട്ട് എടുക്കുമ്പോൾ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ഒക്കെ പോകും. ഇതൊക്കെ അറിയുന്നു വിചാരിക്കുന്നു. 2i cap × 8i cap വെറുതെ 2 × 8 ചെയ്താൽ 16 പ്ലസ് ഇത് 6j cap × 4j cap വെറുതെ 6 × 4 ചെയ്യുക 24 പ്ലസ് ഇവിടെ എന്താണുള്ളത്? 8k cap × 4k cap വെറുതെ 8 × 4 ചെയ്യുക എത്രയുടെ കിട്ടുക? 32 എന്ന് കിട്ടും അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? കണ്ടോ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളുടെ ഉത്തരം. സാർ ഇത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. കൂട്ടും നിങ്ങൾ? യെസ്. നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാം.
വീണ്ടും ഏപ്രിൽ അറ്റംപ്റ്റിൽ ചോദിച്ച ചോദ്യമാണ്. അടിപൊളി ചോദ്യം, കിടിലൻ ചോദ്യമാണ്. ശ്രദ്ധിക്കാം ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. കാണുമ്പോൾ വലുതായിട്ട് തോന്നും, പക്ഷെ വളരെ എളുപ്പമുള്ള സിമ്പിൾ ചോദ്യമാണ്. നമുക്കിവിടെ പറയുന്നത് ഒരു 5Q ചാർജ് ഉണ്ട് സാർ, അതുപോലെ -2Q ചാർജ് ഉണ്ട് സാർ, അതുപോലെ ഒരു Q ചാർജ് ഉണ്ട് സാർ. ഓക്കെ, ഇത്രയും കുഴപ്പമില്ല. പക്ഷേ പുറത്തൊരു -Q ഉണ്ട് സാർ, അതുപോലെ തന്നെ ഇവിടെ ഒരു +3Q ഉണ്ട് സാർ. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ഫ്ലെക്സ് ത്രൂ സർഫസ്. ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. കുറച്ച് ചാർജുകൾ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരു സർഫസ് വെച്ചിട്ട് അതിനെ മൂടിയിട്ടുണ്ട്, കണ്ടോ, ക്ലോസ് സർഫസ്. ഈ സർഫസിലൂടെയുള്ള ഫ്ലെക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വെരി സിമ്പിൾ. നിങ്ങളിവിടെ എന്താ അപ്ലൈ ചെയ്യുക? ഗോസസ് ലോ ആണ് അപ്ലൈ ചെയ്യുക. എന്തായിരുന്നു സാർ അത്? ടോട്ടൽ ഫ്ലെക്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് Q ഇൻസൈഡ് ദ സർഫസ്. ഈ ഒരു ഭാഗമാണ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ പുറത്തൊക്കെ ചാർജ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0നെ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സാർ. അപ്പോൾ പുറത്തുള്ള ചാർജ് നോക്കണ്ട. ലോ എങ്ങനെയാണ് പറയുന്നത്? ഓക്കെ, സോ ട്രസ്റ്റ് ദ ലോ പറയുന്നത് Q ഇൻസൈഡ് ദ സർഫസ് ആണ്. നിങ്ങൾ സർഫസിൻ്റെ അകത്തുള്ള ചാർജ് ഒന്ന് ആഡ് ചെയ്യുക. എത്ര കിട്ടുക? 5Q + Q 6Q. 6Q - 2Q എത്രയായിരിക്കും? 4Q. സോ ഇവിടെ 4Q/ε0 ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. ക്ലിയർ? 5Q എത്രയാടാ? ചാർജിനെ ആഡ് ചെയ്യാൻ അറിയാമല്ലോ. 5Qയും Qയും കൂടെ 6Q + -2Q. ടോട്ടൽ എത്ര ആയിരിക്കടാ? 4Q ആയിരിക്കും എന്താടാ ഇതിൻ്റെ ആൻസർ. യെസ്, 4Q/ε0 അതായിരിക്കും ഫ്ലെക്സ് ത്രൂ ദ സർഫസ്. ഓക്കെ, പുറത്തെ ചാർജിനെ മൈൻഡേ ചെയ്യണ്ട. ശരി, സോ ഇത് നമ്മുടെ 4ാമത്തെ ചോദ്യമായിരുന്നു. നൗ വി ഷാൽ ഗോ ഫോർ ദ 5th ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. നല്ലൊരു ചോദ്യം, ശ്രദ്ധിക്കാടാ. എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ 5ാമത്തെ ചോദ്യം അല്ലേ? സോർണോ? 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കിടിലൻ ചോദ്യം. നമുക്ക് ഇവിടെ ഒരു ക്യൂബിൻ്റെ സർഫസിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഒരു ചാർജിനെ ക്യൂബിൻ്റെ സർഫസിൽ വെച്ചിരിക്കുകയാണ്. സാർ ഇവിടെ വയ്ക്കാൻ പറ്റുമോ? പറ്റും. ഏതെങ്കിലും ഒരു സർഫസിൽ ഒരു ചാർജിനെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് ഫൈൻഡ് ഫ്ലെക്സ് ത്രൂ, ഈ ഫൈനാണ് നമ്മൾ ഫ്ലെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഫ്ലെക്സിൻ്റെ സിമ്പിൾ. ഫ്ലെക്സ് ത്രൂ ക്യൂബ്. ഈ ക്യൂബിലൂടെയുള്ള ഫ്ലെക്സ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് സാർ സോൾവ് ചെയ്യുക? വെരി സിമ്പിളാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസസ് ലോ തന്നെ അപ്ലൈ ചെയ്യുക. എടാ, ഫ്ലെക്സ് ത്രൂ, ദിസ് ഈസ് ആക്ച്വലി ഫ്ലെക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് അല്ലേ? ഏതൊരു ക്ലോസ്ഡ് സർഫസ്, എനിന്നൂടെ എഴുതാം. ഫ്ലെക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്, ഏതൊരു ക്ലോസ്ഡ് സർഫസിൽ കൂടെയുള്ള ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? Q/ε0 ആയിരിക്കും. സാറിനോ 1/ε0 × Q. ക്ലിയർ? സാർ, ഇവിടെ ചാർജ് ഇവിടെ ഇരിക്കുകയാണ്. ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ കൂടെ ഒരു ക്യൂബ് ഇങ്ങനെ വെച്ച് കൊടുത്തു. സാർ, താഴെ കൂടെ ഒരു ക്യൂബ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാർജിന് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് സർഫസ് കവർ ചെയ്യണില്ലേ? യെസ് ഓർ നോ? ഈ ചാർജിന് ഒരു കംപ്ലീറ്റ് സർഫസ്, ഇതിപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലല്ലേ? സാർ, ഈ മൊത്തം സർഫസ് ഈ കൂടെയുള്ള ഫ്ലെക്സ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സാർ, ഫ്ലെക്സ് ത്രൂ ടോട്ടൽ ക്ലോസ്ഡ് സർഫസ് എത്രയായിരിക്കും? Q/ε0 ആണെന്ന് പറയും. യെസ് ഓർ നോ? ടോട്ടൽ ഫ്ലെക്സ് എത്രയായിരിക്കും? Q/ε0. ഓക്കെ സാർ, ആക്ച്വലി താഴെ ഈ ക്യൂബ് ഉണ്ടോ? മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ സാർ. അപ്പോൾ ഇത്രയെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ ക്ലോസ്ഡ് സർഫസിൻ്റെ ഇതാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കടാ? ഇതിൻ്റെ പകുതി ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ? ഓക്കെ, സോ നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കാം, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് 2x_i. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഫിഗറാണ് തന്നിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ചെയ്യും. യെസ്, നമുക്കിവിടെ ഒരു ഫിഗർ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഫിഗറിൽ ഇവിടെ ആയിട്ടൊരു ക്യൂബ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫിഗറിൽ ഇവിടെ ആയിട്ട് ഈ രീതിയിലൊരു ക്യൂബ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്,
എന്നിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്, ഇത് 2 മീറ്റർ ആണ്, ഈ ക്യൂബിൻ്റെ സൈഡ് 2 മീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ഫ്ലെക്സ് ത്രൂ ക്യൂബ്. നമ്മുടെ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫബറ്റ് ആണ്. ഫ്ലെക്സ് ത്രൂ ക്യൂബ്, ഈ ക്യൂബിലൂടെയുള്ള ഫ്ലെക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഉള്ളത്? ഐ ക്യാപ്പിലാണ്. കണ്ട, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. യെസ് ഓർ നോ? ഐയുടെ ഡയറക്ഷനിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് കണ്ടോ, ഈ ഒരു സർഫസിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും? ഈ സർഫസിൽ കൂടെ എന്ത് ചെയ്യും? പുറത്തേക്ക് പോവും. ഓക്കെ സാർ, ഇതിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല. ആകെ 2 സർഫസിൽ മാത്രമേ എന്തുള്ളൂ? ഫ്ലെക്സ് ഉള്ളൂ, ഇവിടെയും ഇവിടെയും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? 2 സർഫസിലെയും കണ്ടുപിടിച്ചിട്ട് 2ഉം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ശരി സാർ, അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കാം. നമുക്ക് ആദ്യം ഈ ഫേസിലെ കണ്ടുപിടിക്കാം. ഈ ഭാഗത്തെ ഫ്ലെക്സ് കണ്ടുപിടിക്കാം. അതിന് ഞാൻ 5 എന്ന് എഴുതാണ് ഫസ്റ്റ് ഫേസിലെ. എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? വെക്ടർ ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ? ഈ ഭാഗത്തെ ഏരിയനെ ഞാൻ വെക്ടർ ഫോമിൽ എഴുതട്ടെ. ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 2 × xi ക്യാപ്. യെസ് ഓർ നോ? ശരി, അപ്പോൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ എത്ര? 2 മീറ്റർ അകലെയാണ് ഈ ഫേസ് വരുന്നത് അല്ലേ? അപ്പോൾ എക്സിന് ഞാൻ എന്ത് ചെയ്യുക? എക്സിന് ഞാൻ 2 എന്നിട്ട് കൊടുത്ത് എനിക്ക് എന്ത് കിട്ടും? ഈ ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് 4i ക്യാപ് എന്ന് കിട്ടും. ശരിയാണോ? യെസ്. ഇനി ഇവിടുത്തെ ഏരിയ ഞാൻ എങ്ങനെയാണ് സാർ എഴുതുക? ഏരിയയുടെ വാല്യൂ വെക്ടറായിട്ട് എഴുതാം കേട്ടോ. ഇവിടെ ഏരിയ വെക്ടർ എഴുതുമ്പോൾ ഏരിയയുടെ നോക്കടാ, ശ്രദ്ധിക്കുക, സൈഡ് എത്രയാ? 2. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും സാർ? സൈഡ് 2 ആണ് സാർ, ഇത് സ്ക്വയർ ആണ് സാർ. അപ്പോൾ 2², അതായത് 4 ആയിരിക്കും ഏരിയ. ഡയറക്ഷൻ എങ്ങനെയാണ് സാർ എഴുതുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഡയറക്ഷൻ. ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് നോർമൽ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ക്ലോസ്ഡ് സർഫസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് നോർമൽ. അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ എന്താ? പുറത്തേക്കൊരു നോർമൽ വരയ്ക്കുക. പുറത്തേക്ക് നോർമൽ വരച്ചു കഴിഞ്ഞാൽ സാർ പുറത്തേക്ക് ഇതെന്താ? അങ്ങോട്ട് ഐ ക്യാപ്പ്, ഇങ്ങോട്ടോ -i ക്യാപ്പ്. യെസ് ഓർ നോ? അപ്പോൾ ഇതെന്തായിരിക്കും? -4i ക്യാപ്പ് ആയിരിക്കും. ക്ലിയർ? ശരി, നമുക്കിതുപോലെ എന്ത് ചെയ്യണം? ഇനി ഇവിടുത്തെ ഫ്ലെക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഫ്ലെക്സ് കണ്ടുപിടിക്കും. നമുക്ക് എത്ര കിട്ടുക? ഫ്ലെക്സ് എത്രയായിരിക്കും? ഇത് കണ്ടുപിടിച്ച് 2ഉം കൂടെ ഡോട്ട് എടുക്കുക. 4i ക്യാപ്പ് ഡോട്ട് -4i ക്യാപ്പ്. നമ്മൾ എന്താ ചെയ്യുക? വെറുതെ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 4 × -4 എത്ര കിട്ടുക? -16 ആയിരിക്കും നമ്മുടെ ഫ്ലെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഫ്ലെക്സ് എത്ര ആയിരിക്കടാ? -16 ആയിരിക്കും ഇവിടുത്തെ ഫ്ലെക്സ്. നമുക്ക് ഇവിടുത്തെ ഫ്ലെക്സ് കണ്ടുപിടിക്കാം. φ2 എന്തായിരിക്കും സാർ? φ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് പറഞ്ഞ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ φ2 കണ്ടുപിടിക്കാം. അത് ഇലക്ട്രിക് ഫീൽഡ് പറ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? 2xi ക്യാപ്. സാർ ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എക്സിൻ്റെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കുക? 2, 2, 4. ഈ ഭാഗത്ത് എക്സിൻ്റെ വാല്യൂ 4 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 2, അതായത് ദിസ് മച്ച് ഐ ക്യാപ്, 4i ക്യാപ്പ് എന്ന് കിട്ടും. ശരിയല്ലേ? 2 × 4 അല്ല ഇട്ട് കൊടുക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 4. 2 × 4i ക്യാപ്പ്, അതായത് 8i ക്യാപ്പ് എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ സാർ, ഇനി ഇവിടുത്തെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ നമ്മൾ വെക്ടർ ഫോമിൽ എഴുതാണ്. ഏരിയയുടെ വാല്യൂ നമുക്കറിയാം, സൈഡ് 2 അല്ലേ? 2², 4 ഏരിയയുടെ വാല്യൂ. സാർ ഡയറക്ഷൻ എപ്പോഴും ഔട്ട്വേർഡ് നോർമൽ. ഓക്കെ, ഞാൻ അതേ മെത്തേഡിൽ തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, വെക്ടർ ഫോമിൽ തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഔട്ട്വേർഡ് നോർമൽ. ഇവിടെ നോർമൽ എങ്ങനെയാണ്? ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ. സോ സിംപ്ലി ഐ ക്യാപ്പ്. ഓക്കെ, ഇവിടെ ഇങ്ങോട്ടേക്കാണ് നോർമൽ അല്ലേ? ഔട്ട്വേർഡ് പുറത്തേക്കുള്ള നോർമൽ വേണം എടുക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള നോർമൽ -i ക്യാപ്പ്, ഇവിടെ +i ക്യാപ്പ്. ഓക്കെ, സോ ഇവിടെ ഫ്ലെക്സ് എന്തായിരിക്കണം? ഫ്ലെക്സ് വെക്ടറി ഡോട്ട് വെക്ടർ എ. 2ഉം കൂടെ ഡോട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സാർ ഇവിടെ 8i ക്യാപ്പ് ഡോട്ട് 4i ക്യാപ്പ്. 2ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 32 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ടോട്ടൽ ഫ്ലെക്സ് എത്രയാണ്? ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു സ്കേലാർ ക്വാണ്ടിറ്റി. ടോട്ടൽ കണ്ടുപിടിക്കാൻ 2ഉം കൂടെ ആഡ് ചെയ്താൽ മതി. സാർ 5(1 + 5(2). 5(1) എത്രയായിരുന്നു സാർ? -16. 5(1) -16 + 5(2) 32. ഫൈനൽ ആൻസർ 16 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഫ്ലെക്സ്. ഓക്കെ, ശരി, ഇതൊക്കെ ആക്ച്വലി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ശരി, നൗ വി ഷാൽ ഗോ ഫോർ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ശ്രദ്ധിക്കാം എടാ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കിവിടെ ഒരു ചാർജ്ഡ് റോഡ് ഉണ്ട്. ഇങ്ങനെ ചാർജ്ഡ് റോഡ് ഉണ്ട്.
ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി, ചാർജ്ഡ് റോഡ് ഉണ്ട് നമുക്ക്, ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഇതിന് ചുറ്റിലും ഒരു ഇലക്ട്രോൺ, പ്ലസ് ചാർജ്ഡ് റോഡാണ്, ഇതിന് ചുറ്റിലും ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുക, സർക്കുലാർ പാത്തിലൂടെ ട്രാവൽ ചെയ്യാണ്. ഇതിന് ചുറ്റിലും ഒരു ഇലക്ട്രോൺ ഇങ്ങനെ സർക്കുലാർ പാത്തിലൂടെ ട്രാവൽ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയും റേഡിയസും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കണം. ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും റേഡിയസും തമ്മിലുള്ള ഗ്രാഫ്. നമുക്ക് കുറച്ച് ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇവിടെ കൈനറ്റിക് എനർജി, ഇവിടെ റേഡിയസ്, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. പിന്നെ ഇവിടെ കൈനറ്റിക് എനർജി, റേഡിയസ്, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. അതുപോലെ ഇവിടെ കൈനറ്റിക് എനർജി, റേഡിയസ്, ഇങ്ങനെ ഒരു ഗ്രാഫ് കൂടെ ഉണ്ട്. ഓക്കെ, ശരി, ഞാൻ 3 വരച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഗ്രാഫാണ് ശരി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യെസ്, ഓക്കെ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, +1 ഒരു കോൺസെപ്റ്റ് ഇവിടെ അറിയണം, +2 കോൺസെപ്റ്റ് അറിയണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കറങ്ങണമെങ്കിൽ എന്ത് വേണം സാർ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആൻഡ് ഇക്വേഷൻ എന്താണ് സാർ? mv²/r. m എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മാസ്, കറങ്ങുന്ന ആളുടെ മാസ്, v കറങ്ങുന്ന ആളുടെ വെലോസിറ്റി, r mv²/r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുന്ന റേഡിയസ്. ഇത് നമുക്കറിയാം. ഇനി സാർ ഇവിടെ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് സാർ പ്രൊവൈഡ് ചെയ്യുക? ഇവിടെ ഇലക്ട്രോൺ കറങ്ങുന്നത്, ഇത് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, റോഡിൽ പ്ലസ് ചാർജ്, ഈ പ്ലസ് മൈനസ് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് മൂലമാണ് ഇവിടെ ഇലക്ട്രോൺ കറങ്ങാനായിട്ട് പറ്റുന്നത്. അതായത് ഇവിടെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാടാ? ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ക്ലിയർ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് സാർ എഴുതുക? QE. ഒരു ചാർജിന്, ഇവിടെ ഇലക്ട്രോൺ ആണ് ചാർജ്, ഒരു ചാർജിന് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനെ എഴുതുക? QE. +2 ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. യെസ്, QE. ഓക്കെ സാർ, ഇവിടെ Q എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിൻ്റെ ചാർജാണ്. Q എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇലക്ട്രോൺ ആണ്. സാർ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ആര് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്? ഈ ചാർജ്ഡ് റോഡാണ്. ചാർജ്ഡ് റോഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് അറിയണം. അതാണ് ഈ ക്വസ്റ്റ്യനിലെ കാര്യം. ഒരു ചാർജ്ഡ് റോഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താ? ചാർജ് റോഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 2π∗r. ഇതാണ് ഒരു ചാർജ്ഡ് റോഡ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, 2π∗r. r റേഡിയസ്, ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എന്താടാ? ചാർജ് ഡെൻസിറ്റി. സോ നിങ്ങളിവിടെ ഇക്ക് പകരം 2π∗r എന്ന് എഴുതി. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ രൂപത്തിലാണ്. നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് കിട്ടും? mv²/r is equal to E into 2π∗r എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ആറും ക്യാൻസലായി. യെസ് ഓർ നോ? ബാക്കി എന്താണ് ഉള്ളത്? ബാക്കിയുള്ളത് ഞാൻ ഇവിടേക്ക് എഴുതുകയാണ്. mv² = E into 2π∗ എന്ന് കിട്ടി. സാർ, കൈനറ്റിക് എനർജി ആരും തമ്മിലുള്ള റിലേഷൻ അല്ലേ? ഇവിടെ നമുക്ക് mv² കിട്ടി. ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്തു, ഇവിടെ ഞാനൊരു ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്തു. സാർ, ഇതല്ലേ സാർ കൈനറ്റിക് എനർജി? യെസ്. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കി. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് ഉണ്ട്, 2 ഉണ്ട്, പൈ ഉണ്ട്, ലാംഡ ഉണ്ട്. ലാംഡ എന്താ? ചാർജ് ഡെൻസിറ്റി. സാർ, ഇതിൽ r ഉണ്ടോ? ഇലക്ട്രോൺ കറങ്ങുന്ന റേഡിയസ് ആ ഇക്വേഷനിലുണ്ടോ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ ഇല്ല. അതിനർത്ഥം കൈനറ്റിക് എനർജി റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കൈനറ്റിക് എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. റേഡിയസിനനുസരിച്ച് മാറുണ്ടോ? ഇല്ല. ഇതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് എനിക്ക് തോന്നിയത്. സോ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സീ യു ദെൻ.